Hi friends, welcome to EduScore. NCERT Class 9 Science Chapter 7 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 നമുക്കൊന്ന് നോക്കാം. Classification and Evolution. All living things are identified and categorized on the basis of their body design in form and function. Some characteristics are likely to make more wide-ranging changes in body design than others. There is a role of time in this as well. So, once a certain body design comes into existence, it will shape the effects of all other subsequent design changes simply because it already exists. In other words, characteristics that came into existence earlier are likely to be more basic than characteristics that have come into existence later. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ബോഡി ഡിസൈൻ അത് ഫോമിലാണെങ്കിലും ഫോമിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടോ ആണ് നമ്മൾ ലിവിങ് തിങ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും അതിനെ ക്ലാസിഫൈ ചെയ്ത് ഇന്ന പെർട്ടിക്കുലർ കാറ്റഗറി ആണെന്ന് പറയുന്നതും അതിൻ്റെ ബോഡി ഡിസൈൻ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ്, സെവറൽ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അതിൽ നമ്മൾ ചിലത് സെലക്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതൊരു ഫണ്ടമെന്റൽ ബേസിസ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ കാലങ്ങളുടെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അല്ലെങ്കിൽ മുന്നേ വന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മൾ പുതിയതായി ഉണ്ടായി വന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ നേരത്തെ വന്ന ക്യാരക്ടറിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടത്. ദിസ് മീൻസ് ദാറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈഫ് ഫോംസ് വിൽ ബി ക്ലോസ്ലി റിലേറ്റഡ് ടു ദെയർ എവല്യൂഷൻ. വാട്ട് ഈസ് എവല്യൂഷൻ? അപ്പം ഈ ക്ലാസിഫിക്കേഷനും എവല്യൂഷനും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മളൊരു ടേം പറഞ്ഞു, എവല്യൂഷൻ. എന്താണ് എവല്യൂഷൻ? Most life forms that we see today have arisen by an accumulation of the changes in body design that allow the organism possessing them to survive better. നമ്മൾ കാണുന്ന ഏതൊരു ലൈഫ് ഫോമിനും ഇപ്പോൾ ഉള്ള ഏതൊരു ലൈഫ് ഫോമിനും പണ്ട് മുതൽ ഓരോ ചേഞ്ചസ് ഇങ്ങനെ വന്ന് അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്താണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആ ഒരു ഓർഗാനിസമായിട്ട് നിൽക്കുന്നത്. എന്തിനാ ഈ ചേഞ്ചസ്? ഓരോ കണ്ടീഷൻ വരുമ്പോഴും അതിന് ആ കണ്ടീഷൻസ് സർവൈവ് ചെയ്ത് ജീവിക്കണമെങ്കിൽ ചില മാറ്റങ്ങൾ ആവശ്യമായിരിക്കും. ആ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് നമ്മൾ ഈ ഇപ്പൊ കാണുന്ന ആ ഒരു ഫോമിലെത്തി. ഈ ഒരു പ്രോസസ് ഇത് കുറേ കാലം എടുത്തിട്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 2 കൊല്ലോ അല്ലെങ്കിൽ 10 കൊല്ലോ അല്ലെങ്കിൽ 100 കൊല്ലോ ഒന്നുമല്ല, അതിലും കൂടുതൽ സമയം എടുത്തിട്ടാണ് ഈ മാറ്റങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളിപ്പോൾ കാണുന്ന ഫോം ആവുന്നത്. ഇതിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയാം. ചാൾസ് ഡാർവിൻ ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ദിസ് ഐഡിയ ഓഫ് എവല്യൂഷൻ ഇൻ 1859 ഇൻ ഹിസ് ബുക്ക് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട, എവല്യൂഷൻ എന്ന് പറയുമ്പം തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ചാൾസ് ഡാർവിൻ. ഈ ചാൾസ് ഡാർവിൻ ഈ എവല്യൂഷന്റെ ഒരു ഐഡിയ, എങ്ങനെയാണ് എവല്യൂഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്. എന്താ ബുക്കിന്റെ പേര്? ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. അത് 1859 ഒരു ബുക്കാണ്. ആ ബുക്കിൽ ചാൾസ് ഡാർവിൻ ഈ എവല്യൂഷൻ എന്നൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. When we connect this idea of evolution to classification, we will find some groups of organisms which have ancient body designs that have not changed very much. ആദ്യം നമ്മൾ എവല്യൂഷൻ എന്താന്ന് പഠിച്ചു. ആദ്യം തന്നെ നമുക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. എവല്യൂഷനും ക്ലാസിഫിക്കേഷനും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇങ്ങനെ പല കാലങ്ങളായിട്ട് വന്ന ചേഞ്ചസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്താണ് നമ്മളിപ്പോൾ കാണുന്ന ഫോം ഉണ്ടാവുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ആദ്യം വന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ വെച്ച് വേണം ക്ലാസിഫൈ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഇവർ രണ്ടും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ഇനി
എവല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ചില ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, അവർക്ക് ഏൻഷ്യൻ ബോഡി ഡിസൈൻസ് തന്നെയാണ്, വലുതായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പണ്ട് എങ്ങനെയാണോ അതുള്ളത് ഏകദേശം അതേ ബോഡി ഡിസൈൻ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. We will also find other group of organisms that have acquired their particular body design relatively recently. ഇനി വേറൊരു ഗ്രൂപ്പിനെ നമുക്ക് കാണാം. എങ്ങനെ? ഒരു അടുത്ത കാലത്ത്, ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ എന്നല്ല, കുറച്ചധികം തന്നെ ഇയേഴ്സ്, ആൻഷ്യന്റ് അല്ല, റിലേറ്റീവ്ലി റീസെന്റ്ലി അതിന് പുതിയ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ബോഡി ഡിസൈൻ ഈ അടുത്താണ് അത് അക്വയർ ചെയ്ത് വന്നിട്ടുള്ളത്. Those in the first group are frequently referred to as primitive or lower organisms, while those in the second group are called advanced or higher organisms. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആൻഷ്യന്റ് ബോഡി ഡിസൈൻ കീപ്പ് ചെയ്യുന്ന, അധികം ഒന്നും മാറ്റം വരാണ്ട് ആ ആൻഷ്യന്റ് ബോഡി ഡിസൈൻ കീപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ലോവർ ഓർഗാനിസംസ് എന്ന് പറയും. അതേസമയം റീസെന്റ്ലി അവരുടെ ബോഡി സ്ട്രക്ചർ അക്വയർ ചെയ്ത ഗ്രൂപ്പിനെ നമ്മൾ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഹയർ ഓർഗാനിസം എന്നാണ് പറയുക. ഇൻ റിയാലിറ്റി ദീസ് ടേംസ് ആർ നോട്ട് ക്വൈറ്റ് കറക്റ്റ് സിൻസ് ദേ ഡു നോട്ട് പ്രോപ്പർലി റിലേറ്റ് ടു ദ ഡിഫറൻസസ്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു ടേം അത്ര കറക്റ്റ് അല്ല, പക്ഷെ നമ്മൾ അങ്ങനെയാണ് പറയാറ്. All that we can say is that some are older organisms while some are younger organisms. Since there is a possibility that complexity in design will increase over evolutionary time, it may not be wrong to say that older organisms are simpler while younger organisms are complex. നമ്മൾ പറഞ്ഞു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ലോവർ, പ്രിമിറ്റീവ്, ഹയർ എന്നൊക്കെ പറയുന്ന ഈ ടേംസ് ഉപയോഗിക്കുന്നത് അത്ര കറക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് വിളിക്കാൻ പറ്റുക ഓൾഡർ. പണ്ട് ഉള്ള ആൻഷ്യന്റ് ആയിട്ടുള്ളതിനെ ഓൾഡർ എന്ന് തന്നെ വിളിക്കുക, ഇപ്പൊ ഉള്ളതിനെ യങ്ങർ എന്ന് വിളിക്കുക. അതാണ് കുറച്ചുകൂടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. വേറെ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കാലം കഴിയും തോറും ആൻഷ്യൻ ടൈമിൽ നിന്ന് എവല്യൂഷണറി ടൈം കൂടി വരുന്നതിനനുസരിച്ച് ഓർഗാനിസത്തിന്റെ ഡിസൈനിലുള്ള കോംപ്ലക്സിറ്റി കൂടുന്നുണ്ട്. പണ്ട് ഓൾഡർ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ അവരുടെ ബോഡി ഡിസൈൻ കോംപ്ലക്സിറ്റി വെച്ച് നോക്കുമ്പം അവര് സിംപ്ലർ ആയിരുന്നു. ഇപ്പം റീസെന്റ് ആയിട്ടുള്ള യങ് ഓർഗാനിസത്തിനെക്കാട്ടും സിംപ്ലർ ബോഡി സ്ട്രക്ചർ ആയിരുന്നു നമ്മളുടെ ആൻഷ്യന്റ് അല്ലെങ്കിൽ ഓൾഡർ ഓർഗാനിസത്തിനുള്ളത്. റീസെന്റ്ലി ദ യങ് ഓർഗാനിസംസ് ആർ മോർ കോംപ്ലക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് എവല്യൂഷണറി ടൈം കൂടുന്നതിനനുസരിച്ച് ബോഡി ഡിസൈനിലുള്ള കോംപ്ലക്സിറ്റി കൂടുന്നുണ്ട്. എന്താ ഈ എവല്യൂഷണറി ടൈം എന്ന് പറഞ്ഞാല്, ഇന്നത്തെ കാലത്ത് നിന്ന് ഇപ്പൊ ഇങ്ങനെ കൊല്ലങ്ങൾ കഴിഞ്ഞ് കുറെ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞ് ആ ഒരു ടൈമില്ലേ, അതിനെയാണ് നമ്മൾ എവല്യൂഷണറി ടൈം എന്ന് പറയാം. ഈ ചേഞ്ചസ് ഒക്കെ വരാൻ വേണ്ടി വരുന്ന ആ കാലത്തിനെയാണ് നമ്മൾ എവല്യൂഷണറി ടൈം എന്ന് പറയാം. ആ ടൈം കൂടുന്നതിനനുസരിച്ച് ഓർഗാനിസത്തിന്റെ കോംപ്ലക്സിറ്റി കൂടുന്നുണ്ട്. ഒരു ബോക്സിൽ എന്തോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. മോർ ടു നോ. ബയോഡൈവേഴ്സിറ്റി മീൻസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ പറയുമ്പോൾ എപ്പോഴും ജീവനുള്ള അല്ലെ. അപ്പൊ ലൈഫ് ഫോംസിന്റെ ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേർഡ് കോമൺലി യൂസ്ഡ് ടു റെഫർ ടു ദ വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഫൗണ്ട് ഇൻ എ പെർട്ടിക്കുലർ റീജിയൻ. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടേം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പ്രദേശത്തുള്ള ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഉണ്ടാവില്ലേ, ഒരുപാട് ടൈപ്പ്, അതിനെയാണ് നമ്മൾ കോമൺലി ബയോഡൈവേഴ്സിറ്റി എന്ന് റെഫർ ചെയ്യുന്നത്. ഡൈവേഴ്സ് ലൈഫ് ഫോംസ് ഷെയർ ദ എൻവയൺമെന്റ് ആൻഡ് ആർ എഫക്റ്റഡ് ബൈ ഈച്ച് അതർ ടു. ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അവർ ഷെയർ ചെയ്യുന്ന ആ എൻവയൺമെന്റിനെയും അതുപോലെ മറ്റുള്ള അതിന് ചുറ്റിലുള്ള ബാക്കിയുള്ള ലൈഫ് ഫോംസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഡൈവേഴ്സിറ്റി ഉണ്ടാവുന്നത്. As a result, a stable community of different species comes into existence. അങ്ങനെ പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നു. Humans have played their own part in recent times in changing the balance of such communities. നമ്മൾ
ഹ്യൂമൻസിന് ഈ ഒരു ബാലൻസ് ഇല്ലേ കമ്മ്യൂണിറ്റികളുടെ ഈ ഇങ്ങനെയുള്ള ഓരോ റീജിയനിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ബാലൻസ് ചേഞ്ച് ചെയ്യാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? ഹ്യൂമൻസിന് പറ്റിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണോ? ഒരിക്കലുമല്ല. അവരൊരു സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമ്മൾ കയറി, ഹ്യൂമൻസ് കയറി അവിടെ ഒരു ബാലൻസിന് ചേഞ്ച് ഉണ്ടാക്കി. Of course, the diversity in such communities is affected by particular characteristics of land, water, climate and so on. അപ്പം ഓരോ കമ്മ്യൂണിറ്റിയിലെയും ഡൈവേഴ്സിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ലാൻഡ് എങ്ങനെയാണ്, അവിടുത്തെ വാട്ടർ എങ്ങനെയാണ്, ക്ലൈമറ്റ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്നത്. Rough estimates state that there are about 10 million species on the planet, although we actually know only 1 or 2 millions of them. നമ്മളെ പ്ലാനറ്റ് ആയിട്ടുള്ള എർത്തില് ഒരു റഫ് എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ 10 മില്യൺ സ്പീഷീസ് ഉണ്ടാവുന്ന പറയുന്നത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 കഴിഞ്ഞിട്ട് 6 zeros വരുന്ന ആ ഡിജിറ്റിനെയാണ് നമ്മൾ 1 മില്യൺ എന്ന് പറയാം. അപ്പൊ ഇവിടെ എത്ര? 10 മില്യൺ സ്പീഷീസ് ഉണ്ട്. 1 കഴിഞ്ഞിട്ട് 7 zeros. അത്രയും വലിയ നമ്പർ ഓഫ് സ്പീഷീസ് നമ്മുടെ പ്ലാനറ്റിലുണ്ട്. പക്ഷെ ഇത്രയും ഉണ്ടായിട്ടും നമുക്കാകെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് അറിയുന്നത് അതിൽ 1-2 മില്യൺ മാത്രമാണ്. അപ്പം കൂടുതലും നമുക്കറിയാത്ത അത്രയും സ്പീഷീസ് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മുടെ ആ ഒരു എർത്ത് എന്ന് പറഞ്ഞ പ്ലാനറ്റിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റിനെ നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കണം. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ആ ഒരു ഫീലിംഗ് ഇല്ലേ, നമ്മളെ ചുറ്റും ഇത്രയും സ്പീഷീസ് ഉണ്ട്, നമുക്ക് വെറും അറിയുന്നത് ഇത്ര മാത്രമാണ്. അപ്പം നമുക്ക് അറിയുന്ന ഇങ്ങനെയുള്ള നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റീനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന നമ്മുടെ ചുറ്റിലുള്ള ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ആ ഒരു തിങ്കിങ് ആണ് നമുക്ക് വരേണ്ടത്. The warm and humid tropical regions of the earth between the Tropic of Cancer and the Tropic of Capricorn are rich in diversity of plant and animal life. Tropic of Cancer എന്ന് പറഞ്ഞാൽ 23 ഡിഗ്രി നോർത്തിലുള്ള ലാറ്റിറ്റ്യൂഡ് ആണ്. അതേസമയം കാപ്രിക്കോൺ എന്ന് പറയുന്നത് 23 ഡിഗ്രി സൗത്തിലുള്ള ലാറ്റിറ്റ്യൂഡ് ആണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതിനിടയിലുള്ള ആ ഒരു പോർഷൻ ഇല്ലേ, വാമും ഹ്യൂമിഡും ആയിട്ടുള്ള ട്രോപ്പിക്കൽ റീജിയൻസ് ഉണ്ട്. അവിടെയാണ് ഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള പ്ലാന്റിൻ്റെതായാലും ആനിമലിൻ്റെതായാലും ആ ഒരു റിച്ച്നെസ് കാണാൻ പറ്റുന്നത് ഈ ഒരു റീജിയനിലാണ്. ദിസ് ഈസ് കോൾഡ് ദ റീജിയൻ ഓഫ് മെഗാ ഡൈവേഴ്സിറ്റി. ആ ഒരു ട്രോപ്പിക് റീജിയനിലുള്ള ഡൈവേഴ്സിറ്റിനെയാണ് നമ്മൾ മെഗാ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. One of the biodiversity of the planet, more than half is concentrated in few countries: Brazil, Colombia, Ecuador, Peru, Mexico, Zaire, Madagascar, Australia, China, India, Indonesia and Malaysia. മൊത്തത്തിലുള്ള ബയോഡൈവേഴ്സിറ്റിന്റെ പകുതിയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ കൺട്രീസിലൊക്കെയാണ്. നോക്ക്, നമ്മുടെ ഇന്ത്യ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ എല്ലാ കൺട്രീസിനെയും കൂടെ നമ്മുടെ ഇന്ത്യയും ഇൻക്ലൂഡഡ് ആണ്. അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി ഉള്ള കൺട്രി ആണ് ഇന്ത്യ. കൂട്ടത്തിൽ മലേഷ്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ചൈന, മഡഗാസ്കർ, സൈറെ, മെക്സിക്കോ, പെറു, ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ എക്സെട്ര. Questions. First one. Which organisms are called primitive and how are they different from the so-called advanced organisms? ഏത് ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്? ഈ പ്രിമിറ്റീവ് ഓർഗാനിസം എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ഓർഗാനിസത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്താ പ്രിമിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്? The group of organisms which have ancient design that have not changed very much. അധികം ചേഞ്ച് ഒന്നും വരാണ്ട് ആൻഷ്യൻ ബോഡി ഡിസൈനുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ ആയിരുന്നു നമ്മൾ പ്രിമിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. അതേസമയം അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
ഇവല്യൂഷണറി ടൈമിൽ റീസെന്റ് ആണ് അവരുടെ ബോഡി ഡിസൈൻ അക്വയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കാണുന്ന ആ ബോഡി ഡിസൈൻ അവർ ചേഞ്ചുകളൊക്കെ വന്ന് റീസെന്റ് ആണ് അവർ ഇപ്പൊ കാണുന്ന ആ ബോഡി ഡിസൈൻ ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് ഓർഗാനിസത്തിനെ കമ്പയർ ചെയ്യുമ്പം അഡ്വാൻസ്ഡ് ഓർഗാനിസം കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. whereas primitive organisms are comparatively simpler in their body design. Next question, will advanced organisms be the same as complex organism? Why? Advanced organismവും കോംപ്ലക്സ് ഓർഗാനിസവും ഒരേപോലെയാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അതായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അപ്പം അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീസെൻ്റ്ലി എവല്യൂഷണറി ടൈമിൽ റീസെൻ്റ്ലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ബോഡി ഡിസൈൻ അക്വയർ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഡിഫറെൻറ്റ് കണ്ടീഷൻസിന് ആ കണ്ടീഷൻസ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെറ്റർ സർവൈവലിന് വേണ്ടിയിട്ട് അവർ പല ചേഞ്ചസും അവരുടെ ബോഡി സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന അഡ്വാൻസ്ഡ് ഓർഗാനിസം ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ഡിസൈൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിരിക്കും. സോ അഡ്വാൻസ്ഡ് ഓർഗാനിസം വിൽ ബി ദ സെയിം ആസ് കോംപ്ലക്സ് ഓർഗാനിസം കമ്പയർഡ് ടു പ്രിമിറ്റീവ് ഓർഗാനിസംസ്. ദ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ലെവലായിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യം ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തു, പിന്നെ ചില ക്യാരക്ടറിസ്റ്റിക് കാരണം അതിൽ തന്നെ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി, എന്നിട്ട് ആ ഗ്രൂപ്പുകളിൽ പിന്നെയും ഡിഫറൻസ് വെച്ചിട്ട് വേറെ ഗ്രൂപ്പുകളാക്കി. അങ്ങനെയുള്ള ഒരു ലെവലായിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ദ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് നോക്കാം. ബയോളജിസ്റ്റ് സച്ച് ആസ് ഏർണസ്റ്റ് ഹേക്കൽ 1894, Robert Whittaker 1959 and Carl Woese 1977 have tried to classify all living organisms into broad categories called kingdoms. ബയോളജിസ്റ്റിന്റെ പേരുകൾ പറഞ്ഞു. ഏർണസ്റ്റ് ഹേക്കൽ, റോബർട്ട് വിറ്റാക്കർ ആൻഡ് കാൾ വൂസെ. ഇവരൊക്കെ ലിവിങ് ഓർഗാനിസത്തിന് ബ്രോഡ് കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവരാണ്. അവരുടെ ആ ബ്രോഡ് കാറ്റഗറിനെ വിളിക്കുന്ന പേരാണ് കിങ്ഡംസ്. ദ ക്ലാസിഫിക്കേഷൻ വിറ്റാക്കർ പ്രപ്പോസ്ഡ് ഹാസ് 5 കിങ്ഡംസ്. ഇതിൽ പറഞ്ഞ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു റോബർട്ട് വിറ്റാക്കർ. റോബർട്ട് വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം അവര് ഈ മൊത്തം ഓർഗാനിസത്തിന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിന് 5 കിങ്ഡങ്ങളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ ആ കിങ്ഡംസ് നമുക്ക് നോക്കാം. മൊനീറ, നെക്സ്റ്റ് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമാലിയ. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമാലിയ. ഇതാണ് വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 kingdoms. These groups are formed on the basis of their cell structure, mode and source of nutrition and body organization. ഏതിൻ്റെയൊക്കെ ബേസിസിലാണ് വിറ്റാക്കർ ഈ ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്? ബേസിസ് ഓഫ് their cell structure, mode and source of nutrition ആൻഡ് ബോഡി ഓർഗനൈസേഷൻ. എന്തൊക്കെയാ? സെൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ന്യൂട്രീഷന്റെ മോഡ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്, അവരുടെ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് വിറ്റാക്കർ 5 കിങ്ഡംസ് ഉണ്ടാക്കിയത്. The modification was introduced by dividing Monera into Archaebacteria or Archaea and Eubacteria or bacteria is also in use. വൂസ് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞു കാൾ വൂസ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിറ്റാക്കറിന്റെ ആദ്യത്തെ കിങ്ഡായിട്ടുള്ള മൊനീറനെ അദ്ദേഹം 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു.
ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കി എന്നും അല്ലെങ്കിൽ യു ബാക്ടീരിയ ആണ്. അതായിരുന്നു വൂസു കൊണ്ടുവന്ന ഒരു മോഡിഫിക്കേഷൻ വിറ്റാക്കറിന്റെ കിങ്ഡത്തില്. Further classification is done by naming the subgroups at various levels as given in the following scheme. ബാക്കിയുള്ള ഇതിന്റെ ലോവർ ലെവലിലേക്കുള്ള ക്ലാസിഫിക്കേഷൻ ഈ സബ് ഗ്രൂപ്പ്സിന് ഓരോ ലെവലിലും ഓരോ പേര് കൊടുത്തിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തി. എന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു ഹൈറാർക്കിയൽ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ബ്രോഡായിട്ടുള്ള ആ ക്ലാസിഫിക്കേഷന് അല്ലെങ്കിൽ ആ ബ്രോഡ് ക്ലാസിഫിക്കേഷനെ നമ്മൾ കിങ്ഡം എന്ന് പറഞ്ഞു. കിങ്ഡത്തിൽ പിന്നെയുള്ള ലെവൽ ഓഫ് സബ് ഗ്രൂപ്പിന് ആനിമൽസിന്റെ കേസിൽ നമ്മൾ ഫൈലം എന്ന് വിളിച്ചു. അതേസമയം പ്ലാന്റ്സിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിന് ഡിവിഷൻ എന്ന് വിളിച്ചു. ഇപ്പൊ കിങ്ഡത്തിന്റെ തൊട്ട് താഴെയുള്ള ലെവൽ എന്ന് പറയുന്നത് ഫൈലം ഇൻ കേസ് ഓഫ് ആനിമൽസ് ആൻഡ് ഡിവിഷൻ ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്. നെക്സ്റ്റ് ലെവലിലുള്ള സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. പിന്നെ ആ ക്ലാസ്സിൽ തന്നെ ഡിഫറെന്റ് ഓർഡേഴ്സ് ഉണ്ടാവും. ഓരോ ഓർഡറിലും ഡിഫറെന്റ് ഫാമിലീസ് ഉണ്ടാവും. ആ ഓരോ ഫാമിലിയിലും ഡിഫറെന്റ് ജീനസ് ഉണ്ടാവും. ആ ഓരോ ജീനസിലും സ്പീഷീസ് ഉണ്ടാവും. ഇതാണ് ഹൈറാർക്കിയൽ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാ? കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഈ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ, ഈ ഓർഡർ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കോഡ് പഠിക്കാം. ഈ ഒരു സെന്റൻസ് നമുക്ക് പഠിക്കാം. കിങ് ഫിലിപ്പ് ഡിവൈൻ ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ജനറലി ആസ് സ്പീഷീസ്. ഈ ഒരു സെന്റൻസ് നിങ്ങൾ പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബ്രോഡ് ക്ലാസിഫിക്കേഷൻ മുതൽ അതിനുള്ളിലുള്ള സബിന് എന്താ പറയുക എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. എന്താ നമ്മുടെ കോഡ്? കിങ്. കിങ് സ്റ്റാൻഡ്സ് ഫോർ കിങ്ഡം. ഇനി അദ്ദേഹത്തിന്റെ പേരെന്താ? ഫിലിപ്പ് ഡിവൈൻ. നമ്മൾ എന്തുകൊണ്ടാ അത് ഒന്നായിട്ട് ഒരു പേരായിട്ട് എടുക്കാൻ കാരണം ഫൈലം, PH സ്റ്റാൻഡ് ഫോർ ഫൈലം, ഡിവി സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. അപ്പം ഫൈലവും ഡിവിഷനും ഒരേ സ്റ്റാറ്റസിലുള്ള അല്ലെങ്കിൽ ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. ഫൈലം നമ്മൾ എപ്പോഴാ പറയാ? ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ആനിമൽസിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ കിങ്ഡത്തിന് ശേഷമുള്ള ലെവലിനെ നമ്മൾ ഫൈലം എന്ന് വിളിക്കും. അതേസമയം നമ്മൾ പ്ലാന്റ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ കിങ്ഡത്തിന് ശേഷം നമ്മൾ ഡിവിഷൻ എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് ഫിലിപ്പ് ഡിവൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ഏറ്റവും മുകളിൽ കിങ്ഡം, then phylum or division according to the organisms we are studying. If animals, then phylum. If plants, then division. ഇനി ഫൈലത്തിന്റെയും ഡിവിഷന്റെയും താഴെയുള്ള ലെവൽ ഏതാ? ക്ലാസ്. ക്ലാസിഫൈഡ് എന്നുള്ളതിലെ ക്ലാസ് ആണ്. ക്ലാസ് തന്നെയാണ് നമ്മുടെ ആ ലെവലിന്റെ പേര്, ഗ്രൂപ്പിന്റെ പേര്. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ഓർഡർ, അതാണ് ഈ OR. ഓർഗാനിസത്തിന്റെ OR സ്റ്റാൻഡ്സ് ഫോർ ഓർഡർ. ഇനി GEN സ്റ്റാൻഡ്സ് ഫോർ ജീനസ്. ദെൻ സ്പീഷീസ്. സ്പീഷീസ് ആണ് നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോവസ്റ്റ് ലെവലിലുള്ള ടേം. കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ജീനസ്, സ്പീഷീസ്. നമുക്ക് ഈസി ആയിട്ട് ഈ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ നമ്മൾ ഈ ലെവലുകൾ പഠിച്ചു കഴിഞ്ഞു. Thus, by separating organisms on the basis of a hierarchy of characteristics into smaller and smaller groups, we arrive at basic unit of classification, which is a species. അപ്പം ക്ലാസിഫിക്കേഷന്റെ ബേസിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? നമ്മുടെ സ്പീഷീസ് ആണ് ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഓർഗാനിസംസ് ക്യാൻ ബി സെഡ് to belong to same species? എങ്ങനെയുള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ ഇവർ ഒരേ സ്പീഷീസ് ആണ് എന്ന് പറയാൻ പറ്റുന്നത്? ബ്രോഡ്ലി
A species includes all organisms that are similar enough to breed and perpetuate. അപ്പം ഏത് ഓർഗാനിസത്തിനാണോ അവർക്ക് തമ്മിൽ ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത്, ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാക്കാൻ പറ്റുന്നത്, അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഓർഗാനിസത്തിന് എല്ലാം കൂടെ നമ്മൾ ഇവർ ഒരു സ്പീഷീസ് ആണെന്ന് പറയും. അപ്പൊ സ്പീഷീസിന്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എ സ്പീഷീസ് ഇൻക്ലൂഡ് ഓൾ ഓർഗാനിസംസ് ദാറ്റ് ആർ സിമിലർ ഇനഫ് ടു ബ്രീഡ് ആൻഡ് പെർപെച്വേറ്റ്. The important characteristics of the five kingdom of Whittaker are as follows. വിറ്റാക്കറിന്റെ 5 kingdoms ഏതൊക്കെയായിരുന്നു? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംജൈ, പ്ലാന്റേ, ആനിമാലിയ. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. Questions. First one. Which organisms are called primitive and how are they different from the so-called advanced organisms? ഏത് ഓർഗാനിസത്തിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്? ഈ പ്രിമിറ്റീവ് ഓർഗാനിസം എങ്ങനെയാണ് അഡ്വാൻസ്ഡ് ഓർഗാനിസത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്താ പ്രിമിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്? ദ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് which have ancient design that have not changed very much. അധികം ചേഞ്ച് ഒന്നും വരാണ്ട് ആൻഷ്യന്റ് ബോഡി ഡിസൈനുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ ആയിരുന്നു നമ്മൾ പ്രിമിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. അതേസമയം അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവല്യൂഷണറി ടൈമിൽ റീസെന്റ് ആണ് അവരുടെ ബോഡി ഡിസൈൻ അക്വയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കാണുന്ന ആ ബോഡി ഡിസൈൻ അവർ ചേഞ്ചുകളൊക്കെ വന്ന് റീസെന്റ് ആണ് അവർ ഇപ്പൊ കാണുന്ന ആ ബോഡി ഡിസൈൻ ഫോം ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് ഓർഗാനിസത്തിനെ കമ്പയർ ചെയ്യുമ്പം അഡ്വാൻസ്ഡ് ഓർഗാനിസം കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. whereas primitive organisms are comparatively simpler in their body design. Next question. Will advanced organisms be the same as complex organism? Why? അഡ്വാൻസ്ഡ് ഓർഗാനിസവും കോംപ്ലക്സ് ഓർഗാനിസവും ഒരേപോലെയാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അപ്പം അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീസെന്റ് എവല്യൂഷണറി ടൈമിൽ റീസെന്റ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ബോഡി ഡിസൈൻ അക്വയർ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ അഡ്വാൻസ്ഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പൊ അവര് ഡിഫറെന്റ് കണ്ടീഷൻസിന് ആ കണ്ടീഷൻസ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെറ്റർ സർവൈവലിന് വേണ്ടിയിട്ട് അവര് പല ചേഞ്ചസും അവരുടെ ബോഡി സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന അഡ്വാൻസ്ഡ് ഓർഗാനിസം ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി ഡിസൈൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിരിക്കും. സോ അഡ്വാൻസ്ഡ് ഓർഗാനിസം will be the same as complex organism compared to primitive organisms. The hierarchy of classification. Groups. നമ്മൾ പറഞ്ഞു ഇങ്ങനെ ലെവലായിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യം ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്തു, പിന്നെ ചില ക്യാരക്ടറിസ്റ്റിക് കാരണം അതിൽ തന്നെ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കി, എന്നിട്ട് ആ ഗ്രൂപ്പുകളിൽ പിന്നെയും ഡിഫറൻസ് വെച്ചിട്ട് വേറെ ഗ്രൂപ്പുകളാക്കി. അങ്ങനെയുള്ള ഒരു ലെവലായിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ദ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അത് നോക്കാം. ബയോളജിസ്റ്റ് സച്ച് ആസ് ഏർണസ്റ്റ് ഹെയ്ക്കൽ 1894, Robert Whittaker 1959 and Carl Woese 1977 have tried to classify all living organisms into broad categories called kingdoms. ബയോളജിസ്റ്റിന്റെ പേരുകൾ പറഞ്ഞു. ഏർണസ്റ്റ് ഹെയ്ക്കൽ, റോബർട്ട് വിറ്റാക്കർ ആൻഡ് കാൾ വൂസെ. ഇവരൊക്കെ ലിവിങ് ഓർഗാനിസത്തിന് ബ്രോഡ് കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവരാണ്. അവരുടെ ആ ബ്രോഡ് കാറ്റഗറിനെ വിളിക്കുന്ന പേരാണ് കിങ്ഡംസ്. ദ ക്ലാസിഫിക്കേഷൻ വിറ്റാക്കർ പ്രപ്പോസ്ഡ് ഹാസ് 5 കിങ്ഡംസ്. ഇതിൽ പറഞ്ഞ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു റോബർട്ട് വിറ്റാക്കർ. റോബർട്ട് വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം അവര് ഈ മൊത്തം ഓർഗാനിസത്തിന് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിന്
5 കിങ്ഡങ്ങളാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ ആ കിങ്ഡംസ് നമുക്ക് നോക്കാം. മൊണീറ, നെക്സ്റ്റ് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമാലിയ. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമാലിയ. ഇതാണ് വിറ്റാക്കർ പ്രൊപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 5 കിങ്ഡംസ്. These groups are formed on the basis of their cell structure, mode and source of nutrition and body organization. ഏതിൻ്റെയൊക്കെ ബേസിസിലാണ് വിറ്റാക്കർ ഈ ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്? ബേസിസ് ഓഫ് their cell structure, mode and source of nutrition and body organization. എന്തൊക്കെയാ? സെൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ന്യൂട്രീഷന്റെ മോഡ് എങ്ങനെയാണ്, എവിടെ നിന്നാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്, അവരുടെ ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് വിറ്റാക്കർ 5 കിങ്ഡംസ് ഉണ്ടാക്കിയത്. The modification was introduced by dividing Monera into Archaebacteria or Archaea and Eubacteria or bacteria is also in use. വൂസ് എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞു കാൾ വൂസ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിറ്റാക്കറിന്റെ ആദ്യത്തെ കിങ്ഡായിട്ടുള്ള മൊണീറനെ അദ്ദേഹം 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആർക്കി ബാക്ടീരിയ അല്ലെങ്കിൽ ആർക്കിന്നും അല്ലെങ്കിൽ യു ബാക്ടീരിയ. അതായിരുന്നു വൂസ് കൊണ്ടുവന്ന ഒരു മോഡിഫിക്കേഷൻ വിറ്റാക്കറിന്റെ കിങ്ഡത്തില്. Further classification is done by naming the subgroups at various levels as given in the following scheme. ബാക്കിയുള്ള ഇതിന്റെ ലോവർ ലെവലിലേക്കുള്ള ക്ലാസിഫിക്കേഷൻ ഈ സബ് ഗ്രൂപ്പ്സിന് ഓരോ ലെവലിലും ഓരോ പേര് കൊടുത്തിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തി. എന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു ഹൈറാർക്കിയൽ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ബ്രോഡായിട്ടുള്ള ആ ക്ലാസിഫിക്കേഷന് അല്ലെങ്കിൽ ആ ബ്രോഡ് ക്ലാസിഫിക്കേഷനെ നമ്മൾ കിങ്ഡം എന്ന് പറഞ്ഞു. കിങ്ഡത്തിൽ പിന്നെയുള്ള ലെവൽ ഓഫ് സബ് ഗ്രൂപ്പിന് ആനിമൽസിന്റെ കേസിൽ നമ്മൾ ഫൈലം എന്ന് വിളിച്ചു. അതേസമയം പ്ലാന്റ്സിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിന് ഡിവിഷൻ എന്ന് വിളിച്ചു. ഇപ്പൊ കിങ്ഡത്തിന്റെ തൊട്ട് താഴെയുള്ള ലെവൽ എന്ന് പറയുന്നത് ഫൈലം ഇൻ കേസ് ഓഫ് ആനിമൽസ് and division in case of plants. നെക്സ്റ്റ് ലെവലിലുള്ള സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലാസ് ആണ്. പിന്നെ ആ ക്ലാസ്സിൽ തന്നെ ഡിഫറെന്റ് ഓർഡേഴ്സ് ഉണ്ടാവും. ഓരോ ഓർഡറിലും ഡിഫറെന്റ് ഫാമിലീസ് ഉണ്ടാവും. ആ ഓരോ ഫാമിലിയിലും ഡിഫറെന്റ് ജീനസ് ഉണ്ടാവും. ആ ഓരോ ജീനസിലും സ്പീഷീസ് ഉണ്ടാവും. ഇതാണ് ഹൈറാർക്കിയൽ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാ? കിങ്ഡം, phylum or division, class, order, family, genus, species. ഈ ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ ഓർഡറിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് പഠിക്കാം. ഈ ഓർഡർ തെറ്റിപ്പോവാൻ പാടില്ല. ക്ലാസിഫിക്കേഷന്റെ ഏറ്റവും ടോപ്പായിട്ടുള്ളത് കിങ്ഡമാണ്. ഒരു കിങ്ഡത്തിൽ തന്നെ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. വീണ്ടും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ വീണ്ടും അതിൽ ഒരുപാട് സബ് ഗ്രൂപ്പ്സ് വരും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള സ്പീഷീസിൽ എത്തും. അപ്പോൾ ആ ഓർഡർ എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സെന്റൻസ് ഉപയോഗിച്ച് നോക്കാം. സയന്റിഫിക്കലി റെലവൻ്റ് ആയിട്ടുള്ള സെന്റൻസ് അല്ല, ജസ്റ്റ് ഒരു കോഡാണ് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. കിങ്ഡം, ഫസ്റ്റ് വേർഡ് കിങ് ആണ്. സോ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കിങ്ഡം. കിങ്ഡം ആണ് ഏറ്റവും ടോപ്പിലുള്ള ലെവലിലുള്ള ടേം. എ കിങ്ഡം ഇൻക്ലൂഡ്സ് സെവറൽ ഫൈലംസ് ഓർ ഡിവിഷൻസ്. PH സ്റ്റാൻഡ്സ് ഫോർ ഫൈലം ആൻഡ് DV സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ. ഈ ഫൈലം എന്ന് പറയുന്നത് നമ്മൾ ആനിമൽസിനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ ഒരു കിങ്ഡത്തിൽ ഡിഫറെൻറ്റ് ഫൈലംസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പ്ലാന്റ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ ഒരു പ്ലാൻ കിങ്ഡത്തിൽ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഉണ്ട് എന്നാണ് പറയാം. ആനിമൽ ആവുമ്പോൾ ഫൈലം, പ്ലാന്റ്സ് ആവുമ്പം ഡിവിഷൻ.
ഇനി ഒരു ഫൈലം ഓർ ഡിവിഷനിൽ സെവറൽ ക്ലാസ്സസ് ഉണ്ടാവും. എന്താണ് ക്ലാസ്? ഇനി ക്ലാസ്സിന് തൊട്ട് താഴെയുള്ള ലെവൽ എന്ന് പറയുന്നത് ഓർഡർ ആണ്. അതാണ് നമ്മൾ ഓർഗാനിസത്തിലെ OR, ഓർഡർ. ഒരു ഓർഡറിൽ തന്നെ ഒരുപാട് ഫാമിലി ഉണ്ടാവും. ഫാമിലി കഴിഞ്ഞിട്ടുള്ള ഫാമിലിന്റെ ഉള്ളിലുള്ള സബ് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ജീനസ് എന്ന് പറയുക. ജീനസും കഴിഞ്ഞിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ക്ലാസിഫിക്കേഷന്റെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഏറ്റവും ലോവർ ലെവലിൽ വരിക. Thus, by separating organisms on the basis of a hierarchy of characteristics into smaller and smaller groups, we arrive at the basic unit of classification, which is a species. ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് നമ്മളിങ്ങനെ സ്മോൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി അതിൽ വീണ്ടും ഗ്രൂപ്പ്സ് ഉണ്ടാക്കി അങ്ങനെ ഗ്രൂപ്പാക്കി അവസാനം നമ്മൾ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സ്പീഷീസിലെത്തും. അപ്പം ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് സ്പീഷീസ്. സോ വാട്ട് ഓർഗാനിസംസ് ക്യാൻ ബി സെഡ് ടു ബിലോങ് ടു ദ സെയിം സ്പീഷീസ്? ഏത് ആനിമൽസിനെയാണ്, ഏത് ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഇവർ സെയിം സ്പീഷീസ് ആണ് എന്ന് പറയാൻ നമുക്ക് പറ്റുക? എങ്ങനെയുള്ള ഓർഗാനിസം ആയിരിക്കും അവർ? Broadly, a species include all organisms that are similar enough to breed and perpetuate. ഏത് ഓർഗാനിസങ്ങൾക്കാണോ തമ്മിൽ ബ്രീഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കിയിട്ട് അവർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത്, അവരെ പെർപ്പച്വേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഓർഗാനിസത്തിന് അവർ സെയിം സ്പീഷീസ് ആണെന്ന് പറയും. The important characteristics of the 5 kingdom of Whittaker are as follows. വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം.